അതേസമയം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുന്ന കാര്യം കൂടി നമുക്ക് ഗൗതമിനോട് ചോദിക്കാം. നാളെ നിശബ്ദ പ്രചാരണവും കഴിഞ്ഞ ബുധനാഴ്ച ഡൽഹി പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും. അവസാന ലാപ്പിൽ പ്രചരണം കൂടുതൽ ശക്തമാക്കുകയാണ് മുന്നണികൾ. ഗൗതം, എത്രത്തോളം വാശിയേറിയ പോരാട്ടമാണ് ഇപ്പോൾ കാണുന്നത്? വീണ, മറ്റന്നാൾ ബുധനാഴ്ച ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് 70-അംഗ മണ്ഡലം നീങ്ങുകയാണ്. അതിനാൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിക്കുകയാണ്. 2025 വർഷത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. മാത്രമല്ല, രാജ്യ തലസ്ഥാനം പിടിച്ചെടുക്കുക എന്ന വലിയ ലക്ഷ്യം BJPക്ക് മുന്നിലുണ്ട്. കാരണം ദേശീയ തലത്തിൽ ഭാരതത്തിന്റെ എല്ലാ മേഖലകളിലും BJP പ്രഭാവം നിലനിൽക്കുമ്പോഴും ഡൽഹി നിയമസഭ പിടിച്ചെടുക്കാൻ BJPക്ക് കഴിയുന്നില്ല. കഴിഞ്ഞ 11 വർഷമായി ആം ആദ്മിയുടെ ഭരണവും അതിനു മുൻപ് 15 വർഷം ഷീലാ ദീക്ഷിതിന്റെ അധ്യക്ഷതയിൽ കോൺഗ്രസിന്റെ ഭരണവുമാണ്. 27 വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് BJP ഡൽഹിയിൽ അധികാരത്തിൽ ഇരുന്നിട്ടുള്ളത്. 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാൻഡേറ്റ് BJPക്ക് അനുകൂലമായിരുന്നു. 31 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായെങ്കിലും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യം ചേർന്നുകൊണ്ടെന്ന് BJP അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു. അതിനാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അനുകൂല സാഹചര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അധികാരം പിടിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടുകൂടി വലിയ പ്രചരണം BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ആം ആദ്മിയെ സംബന്ധിച്ച് നമുക്ക് അറിയാം, അവരുടെ കുറ്റിച്ചൂൽ രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയാണ് ഡൽഹി. ഇവിടെ നിന്നും ഉയർന്നു വന്ന ആം ആദ്മി ഇപ്പോൾ ഡൽഹിക്ക് പുറമെ പഞ്ചാബിൽ കൂടി അധികാരത്തിലുണ്ട്. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഭരണവിരുദ്ധ വികാരം വലിയ തലവേദനയായി കെജ്രിവാളിനും സംഘത്തിനും മാറുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2015-ലും 2020-ലും പ്രകടന പത്രികയിൽ പറഞ്ഞ പല പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ പാലിക്കാൻ ആം ആദ്മി സർക്കാരിന് കഴിഞ്ഞില്ല എന്നത് തന്നെ വലിയ വിമർശനത്തിന് വഴിവെക്കുന്നുണ്ട്. മറുഭാഗത്ത് അഴിമതി ആരോപണങ്ങൾ, പ്രത്യേകിച്ച് AAPയുടെ എല്ലാ മുതിർന്ന നേതാക്കൾ, സ്ഥാപക നേതാക്കളെല്ലാം ജയിലിലായ ഡൽഹി മദ്യനയ അഴിമതി ഉൾപ്പെടെയുള്ള വിവിധ കേസുകൾ അവരെ വെല്ലുവിളിക്കുന്നു. അങ്ങനെ വലിയ പ്രതിരോധ ഘട്ടത്തിലാണ് ആം ആദ്മി ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എങ്കിൽ പോലും പ്രചരണ രംഗത്ത് വളരെ മുൻപിൽ തന്നെ ആം ആദ്മിയുമുണ്ട്. 70 മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിൽ നടക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഇന്നിപ്പോൾ വൈകുന്നേരം പരസ്യപ്രചരണം അവസാനിക്കുന്നു. ഇന്നത്തെ ദിവസവും ദേശീയ നേതാക്കളെല്ലാം വളരെ സജീവമായി തന്നെ ഡൽഹിയിലുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ 3 തെരഞ്ഞെടുപ്പ് റാലികൾ ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നു. ഉച്ചയ്ക്ക് 12 മണിക്കും 2 മണിക്കും വൈകിട്ട് 4 മണിക്കുമാണ് അമിത്ഷാ ഇന്ന് വിവിധ BJP റാലികളിൽ സംസാരിക്കാൻ പോകുന്നത്. BJP ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ JP നഡ്ഡയും അതുപോലെ തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഇന്നത്തെ അവസാന ദിവസവും പ്രചരണത്തിനായി വളരെ സജീവമാണ്. ഇന്നലെ RK പുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലി ഉണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളും ഡൽഹി മുഖ്യമന്ത്രി അതീഷിയും ഉൾപ്പെടെയുള്ളവർ ഇന്ന് പ്രചരണ രംഗത്ത് വളരെ സജീവമായി ഇന്നത്തെ ദിവസവുമുണ്ട്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി പരസ്യപ്രചരണം അവസാനിക്കുന്നു. അതിനാൽ ഇപ്പോഴത്തെ മണിക്കൂറുകളിൽ ശക്തമായ പ്രചരണ പരിപാടികൾ, വീട് കയറിയുമൊക്കെയുള്ള പ്രചരണ പരിപാടികളിൽ സജീവമായിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. ഡൽഹി പരസ്യപ്രചാരണം അവസാനിക്കുന്ന ദിവസമാണ്. വലിയ ആവേശമാണ് മുന്നണികൾ. പ്രചാരണ രംഗത്ത് BJP ഏറെ മുന്നിലാണ്, ആം ആദ്മി പിന്നിലുണ്ട്. ആം ആദ്മിയെ, അരവിന്ദ് കെജ്രിവാളിനെ വ്യക്തിപരമായും പാർട്ടിയെ അരവിന്ദ് കെജ്രിവാൾ കാരണവും പ്രതിസന്ധിയിലാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലമാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും അങ്ങനെ തന്നെ. അതുകൊണ്ട് വലിയ പ്രതിരോധത്തിലാണ് ആം ആദ്മി പാർട്ടി എന്ന കാര്യത്തിൽ സംശയമില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.